ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്നാണ്. ഓക്കെ, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സ്റ്റഡിയിങ് ദിസ് സബ്ജക്റ്റ്. ഇങ്ങനെ രണ്ട് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ ഓർ വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സ്റ്റഡിയിങ് ദിസ് സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ തീർച്ചയായും നമുക്കറിയണം നമ്മൾ എന്തിനാ ഇങ്ങനെ സബ്ജക്റ്റൊക്കെ പഠിക്കണേ, ഇങ്ങനെ പഠിക്കണോണ്ട് വല്ല യൂസ് നമുക്കുണ്ടോ, ഇങ്ങനെ പഠിക്കുന്നത് എന്തിനാ, ഈ സബ്ജക്റ്റ് പഠിച്ചില്ലെങ്കിൽ പഠിച്ചുകൊണ്ട് എന്താ നമുക്ക് മീൻസ് ആസ് എ മാനേജറായിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് നടത്തുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെ സബ്ജക്റ്റ് പഠിച്ച് നമ്മൾ ലൈഫിൽ എന്ത് ഗുണമുണ്ടോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിൽ വെച്ചിട്ട് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സബ്ജക്റ്റാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്. അതെന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സബ്ജക്റ്റിൽ പഠിക്കുന്നതിന് മുമ്പ് എന്താ ഈ സബ്ജക്റ്റ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചോദിച്ചു നോക്കൂ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സെയിം സിറ്റുവേഷനെ ഡിഫറെൻറ്റ് പീപ്പിൾ ടു റിയാക്ട് ഡിഫറെൻ്റ്ലി അല്ലേ. സെയിം സിറ്റുവേഷനെ ഇപ്പോൾ ഒരു ക്ലാസ്സിലത്തെ അസ്മി അല്ലെങ്കിൽ അസ്മിയും നീനും ഒക്കെ ഒരേപോലെയാണോ ഒരേ കാര്യത്തെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക? അല്ലെങ്കിൽ അക്ഷയും അഭിഷേകും അങ്ങനെ എല്ലാവരും ഒരേ കാര്യം ഒരേപോലെയാണോ റെസ്പോണ്ട് ചെയ്യുക? ഒരു കാര്യത്തിനുള്ള നിങ്ങളുടെ റെസ്പോൺസ് സെയിം ആവോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കൂ, ചില സെയിം മാനേജർ തന്നെ ഓൾമോസ്റ്റ് അയാളുടെ മാനേജ്മെൻറ്റ് സ്റ്റൈല് സെയിം ആണെങ്കിലും ചില ഓർഗനൈസേഷനിൽ അത് സക്സസ് ആവാണ്ട് ചില ഓർഗനൈസേഷനിൽ അത് ചെയ്യാറില്ല. അതായത് സെയിം മാനേജർ ഡിഫറെൻറ്റ് ടൈപ്പ് ഉള്ള അതായത് ഡിഫറെൻറ്റ് ഓർഗനൈസേഷനിൽ സെയിം മാനേജർ ഒന്നിൽ വിജയിക്കും, ഒന്നിൽ വിജയിക്കാറില്ല. അതെന്താ റീസൺ എന്തായിരിക്കും? ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷനിൽ ബിഹേവിയറിനെ കുറിച്ച് ശരിക്കും സബ്സ്റ്റൻസ് എന്ന് പറയുന്നതാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ക്വസ്റ്റ്യനൊക്കെ ആൻസറാണ് ശരിക്കും പറഞ്ഞാൽ വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നതിന് നമ്മൾ പഠിക്കുന്നതിൻ്റെ ഒരു ആവശ്യം വരുന്നത്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ടോട്ടൽ മാനേജ്മെൻറ്റ് ഒരു പാർട്ടാണ്. ഇത് ഈ ഓർഗനൈസേഷനിലെ ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ഇൻ ഓർഗനൈസേഷനാണ്. നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ ബിഹേവിയറിൽ എക്സ്പെക്റ്റഡ് ഇൻഡിവിജ്വൽ ബിഹേവിയർ ഇൻ എൻ ഓർഗനൈസേഷൻ. ഇപ്പോൾ നമുക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, ഒരു ഓർഗനൈസേഷൻ എന്ന് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എത്ര ടേമുണ്ട് ഇതിൽ? ശരിക്കും പറഞ്ഞാൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഹാസ് 2 വേർഡ്സ്. ഫസ്റ്റ് വേർഡ് ഈസ് ഓർഗനൈസേഷൻ, സെക്കൻഡ് വേർഡ് ഈസ് ബിഹേവിയർ. അപ്പോൾ എന്താണ് ഓർഗനൈസേഷൻ നമ്മൾ പഠിച്ചിട്ടില്ലേ? ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ഓർഗനൈസേഷൻ? ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈസ് ഓർഗനൈസേഷൻ ആസ് ദ 2 or more ഇൻഡിവിജ്വൽസ് അല്ല, 2 കൂടുതൽ ആൾക്കാർ ഹു ആർ ഇൻട്രാക്ടിങ് വിത്ത് ഈച്ച് അതർ. അതായത് അവർ വിത്തിൻ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ടു അച്ചീവ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട്